കുഞ്ഞേ 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 എവിടെ പോവാ? പുതിയ ജീൻസ് ഒക്കെ ഇട്ട്. ചേച്ചി എവിടെ പോവാ? ചേച്ചി എവിടെ പോവാണ്? പറ എല്ലാരോടും പറ എവിടെ പോവാന്ന്. കുഞ്ഞേ പറ എവിടെ പോവാന്ന് പറഞ്ഞേ. കുഞ്ഞാ ഇനിയും പറയണ്ടേ? ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങള് ലുലു മാളിലോട്ട് പോവാണ് കളിക്കാൻ. ആ കാർഡ് ഉണ്ടോന്ന കയ്യില്? പൈസ റീചാർജ് ചെയ്യാലോ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ലുലു മാളിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളെന്ന്. വെറുതെ ഇറങ്ങിയതാണ്. ഇതാ എത്തി. നമ്മൾ വെറുതെ പിള്ളേരുമായിട്ട് അവരെ വെറുതെ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാനൊക്കെ വന്നതാണ്. പ്രത്യേകിച്ചൊന്നും മേടിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പം നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നല്ലോ, ലുലു മാളിൽ കയറി സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. പിള്ളേരുമായിട്ട് ഭയങ്കര പാടാണ്. അപ്പം ഇന്നങ്ങനെ പർച്ചേസിങ് ഒന്നുമില്ല. അപ്പം എന്താ നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പാർക്കിങ്ങിലോട്ട്. അതെന്തോടാ കുഞ്ഞേ? ശ്രീകൃഷ്ണ ജയന്തിയുടെ ആണെന്ന് തോന്നില്ലേ? നോക്കിയെന്നേ ദേ ആ ഉണ്ടാക്കി വെച്ചേക്ക് നോക്കി. നോക്ക് ആ ചെറുക്കൻ കണ്ടില്ലേ? ഓ ഈ ചെറുക്കൻ എങ്ങോട്ട് നോക്കിയ. ഇതൊക്കെ എവിടെ? നമ്മളിവിടെ ടച്ച് ചെയ്യാതാണോ വരുന്നത്? ഈ ഫ്രണ്ട് വശം ഇത് വഴി തന്നെയാണ് ഇറങ്ങുന്നത് നമ്മള്. ആ അത് പറ. പുറമേ നോക്കുമ്പോ ഇങ്ങനെ പശു. ഇത് ലുലു മാളാണ്. നല്ല ചൂടെന്ത് ഭംഗിയാണ്. ഇതെന്താടാ? ഇതിനെന്തൊരു രസമാണോ നോക്കിയടാ. അനങ്ങാതിരിക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട്. നോക്കിയടാ നല്ല ഭംഗിയാ അതില്ലേ. കടിച്ച് അത് കടിക്കുന്നുണ്ടോടാ? പാത്രം കടിക്കുന്നുണ്ടോ? ഒരാൾ ഉറങ്ങിക്കിടക്കുക കേട്ടോ. ആ പെണ്ണ അത് കണ്ടുപിടിച്ചേ. ചെറുക്കനെ തൊടിപ്പിച്ച ഇത് തൊടാൻ പറ. വാ ഇനി വാ, അങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് വരാൻ മോള്. എൻ്റെ പേര് നടക്കും.
എന്നാ ഇത് ഈ കക്ഷിയെ പിടിക്കുക. അങ്ങോട്ട് പോയിക്കേ പപ്പ എടുത്തിട്ട് പൊക്കെ പേടിക്കണ്ട. ഇറങ്ങിക്കുവാണേ, അങ്ങോട്ട് ഇറങ്ങിക്കുവാണേ. നടത്താന് ലിഫ്റ്റിലടം വരെ നടത്താൻ മേലെ. നടക്കും, മമ്മി വീഡിയോ എടുക്കാം. ഇനി വാ. ബാ ഇങ്ങോട്ട് വാ. നിൽക്കേ, ഇങ്ങോട്ട് നോക്കിയേ. മമ്മി ഒന്ന് വീഡിയോ എടുക്കട്ടെ. അവിടെ നിന്നേ. ഇവിടെ പറ, മുകളിലോട്ടുള്ളത് കാണിക്കാൻ പറ. കാണിക്കാൻ പറ. തൂങ്ങി കിടക്കുന്നു. അവിടെ നിന്നാന്ന് ഇവിടെ നോക്കിയിട്ട് വരാം. ഓണത്തിൻ്റെ സെറ്റ് സാരിയൊക്കെ ഇരിക്കുന്നു. സെറ്റ് നോക്കിയടാ ചെറുക്കനാ. നോക്കിയടാ. വാവയുടെ കൈ പിടിച്ചടന്നേ മമ്മി വീഡിയോ എടുക്കാം. ഇതേ തത്തമ്മയാടാ തൂക്കിയിട്ടേക്കുന്നേ. കണ്ടോ, തൂക്കിയിട്ടേക്കുന്ന മൊത്തം തത്തമ്മയാണ്. എന്നാ തത്തമ്മയെ തൂക്കിയിട്ടേക്കുന്നുണ്ടോ? തത്തമ്മ അപ്പം പറന്നു പോകുന്നതിൻ്റെ കൂട്ട് തോന്നിക്കുന്നുണ്ട്. കണ്ടോ, തത്തമ്മയൊക്കെ ഇങ്ങനെ പറക്കുന്നതിൻ്റെ കൂട്ട് തോന്നിക്കുന്നില്ലേ? ആ ഇതിന്റെ ഫ്രണ്ട് ഇന്നാളെ നമ്മൾ വീഡിയോ എടുത്തില്ലേ, അത് തിരിച്ചു വരുമ്പോൾ എടുക്കാം. ആ അതിന്റെ മുകളിൽ റോബോട്ട് പോലെ നമ്മൾ ഇന്നാളെ വീഡിയോ എടുത്തായിരുന്നു. എന്തോതിന്? ബബിളിന്റെ അതിന് ചുമ്മാ നമുക്ക് കയറി നോക്കിയിട്ട് പോവാം. പേടിക്കണ്ട. ഇത് രസമുള്ള സാധനങ്ങളല്ലേടാ. നീ തത്തമ്മ കാണിച്ചിട്ട് പോവാ. ഇങ്ങോട്ട് വാ. ഇതെന്താ നോക്കിട്ടോ. ഗരുഡൻ അവിടെ നിന്നേ, കുഞ്ഞവിടെ നിന്നേ. മമ്മി അവിടെ നിൽക്കേ. തൊടല്ലേ വീഴും. അവിടെ നിന്നാണ് വാവയുടെ അടുത്ത് നിന്ന് ഒരു വീഡിയോ എടുക്കാനാ, ഫോട്ടോ എടുക്കാനല്ല. ജെല്ലേ പോകാൻ എന്നിട്ട് മുകളിലോട്ട് പോകാം. പോകാം കൂട്ടാ.
വാവേ ചെല്ലേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക്. നീ അത് കണ്ടോ? കൈ കണ്ടോ? കൈ രണ്ടുപേരും തൊട്ടൊക്കെ നോക്കി. തൊട്ടു തൊട്ടു. ആ ആട് ആട് ആടല്ലല്ലോ, കഴുത കഴുത കഴുത. ചെന്നേടാ കഴുതയുടെ കത്തും തൊട്ട് നോക്കി. വീഡിയോ എടുക്കട്ടെ. പല്ലേലാണോ തൊട്ടേ? പല്ല് പോലും തേക്കാത്ത മഞ്ഞപ്പല്ലേലാണോ തൊടുന്നത്? ചെല്ല അങ്ങോട്ട് തന്നെ അപ്പുറം വെച്ച് തൊട്. തൊട്ടിട്ട് പാടി വേണേ. തൊട് തൊടാൻ. തൊട്ട് പല്ലേ തൊട്ടു. ഞങ്ങളൊരു ഐസ്ക്രീം മേടിച്ചു. മുറുക്കെ പിടിക്കുക, താഴെ വീഴല്ലോ. അപ്പോൾ ഇരുന്ന് കഴിക്കാൻ ഇവിടെ എങ്ങും സ്ഥലമില്ല, അതുപോലെ തിരക്കും ആളുകളൊക്കെയാണ്. അപ്പം നമ്മളിവിടെ നിന്നുകൊണ്ട് കഴിക്കുകയാണ്. ഒറ്റ ഒരു ഐസ്ക്രീമേ മേടിച്ചിട്ടുള്ളൂ, കാരണം ഇത് ബാക്കി വന്നാൽ എനിക്കെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തല കറങ്ങും, ഉള്ള മധുരം എല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞാൽ. അപ്പം ഒറ്റ ഒരു ഐസ്ക്രീം മേടിച്ചു. നമ്മളിങ്ങനെ സൈഡിലോട്ട് മാറി നിന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടൊക്കെ നിന്ന് ഐസ്ക്രീം പതിയെ കഴിക്കുകയാണ്. അപ്പോൾ എന്താ ഇവിടെ വന്നു. ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ ഇതിലിങ്ങനെ കളിക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, വലിയ മനസ്സിലാകത്തോണ്ടായിരിക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മളതേ കയറ്റിയില്ല. ജിംറൂട്ടി അതേ കയറ്റണ്ടെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരിക്കും വലിയ താല്പര്യമൊന്നുമില്ല. എല്ലാവരും നോക്കി നിന്നപ്പം നമ്മളും കുറച്ച് നേരം അവിടെ നോക്കി നിന്നേ. അപ്പോൾ ആ കുട്ടി നല്ല ഇൻട്രസ്റ്റോടെ കളിക്കുന്നൊക്കെയുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മളിനി അടുത്ത ഭാഗത്തേക്ക് പോകാമെന്ന് കരുതി. ചെന്ന് കയറ്, ചെന്ന് കയറാൻ. അപ്പോൾ ഇതാണ് ജിംറൂട്ടിയുടെ ലോകം. ഈ കാണുന്ന വണ്ടികളിലും ഒക്കെ കയറിയിരിക്കണം, കളിക്കണം. ഇതൊക്കെയാണ് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. നമ്മളപ്പം വാവയും കൊണ്ടിരുത്തിയേക്കുവാണ്. അപ്പം വാവ ഏത് നേരവും പപ്പയുടെ കൂടാണ്. പപ്പയെ വിട്ടുള്ളൊരു കളിയില്ല. അപ്പം ഞാൻ എടുക്കാൻ ചെന്നാലും എൻ്റെ കൂടെ വരത്തുമില്ല, ഒന്നുമില്ല. എവിടെയെങ്കിലും വീഴുവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പനിയോ വയ്യാഴിയോ വല്ലതും ആണെങ്കിൽ എൻ്റെ അടുത്തൊന്നും മാറത്തില്ല. അല്ലാതെ ഫുൾ ടൈം പപ്പ ഉള്ളപ്പം വാവയ്ക്ക് പപ്പ മാത്രം മതി. ഇപ്പം ഞാനെങ്ങാനും അടുത്ത് ചെന്ന് നിൽക്കുവാണെങ്കിൽ കിടന്ന് കരയും. അങ്ങനെയാണ്, എടുത്തുകൊണ്ട് നടക്കുന്ന ഫുള്ള് പപ്പയാണ്. അപ്പോൾ എല്ലാവരും ഓർക്കും ഞാൻ വീഡിയോ എടുക്കുകയും പപ്പ വാവ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാവ സമ്മതിക്കത്തില്ല, എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല. എനിക്കത്രയും നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് വാവയുടെ കാര്യം. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് വാവയ്ക്ക് അങ്ങോട്ട് ശരിയാകുന്നില്ല. ഡ്രൈവിംഗ് സീറ്റിലൊക്കെ ഇരിക്കണമെന്ന് തോന്നുന്നു, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. നമ്മളപ്പം അവിടുന്ന് ഇറക്കി. അപ്പോൾ നമ്മൾ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് ചാർജ് ചെയ്തു. എന്നിട്ട് ഇതിലിരുത്തിയേക്കുവാണ്. അപ്പം അതിൻ്റെ മ്യൂസിക് വരാതിരിക്കാൻ ഞാൻ ആ സൗണ്ട് മ്യൂട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇത് ജിംറൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. എപ്പം വന്നാലും ഇതേ കയറും. ഈ ബസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരാൾക്കാണെങ്കിൽ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. അങ്ങനെ ആളെ ഇരുത്തി. ഓൾറെഡി അതിനൊരു ആട്ടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ആൾ അത് കഴിഞ്ഞ് എഴുന്നേറ്റു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ജിംറൂട്ടിക്ക് അടുത്തത് കയറണമെന്നും പറഞ്ഞ് ഇറങ്ങി. ഞങ്ങൾ പിടിച്ച് തിരിച്ചത് വിട്ട്, കാരണം അതിൻ്റെ ആ കാർഡ് ഇട്ടതിൻ്റെ പൈസയുടെ ഇത് കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി അടുത്തതിൽ കയറി. ഇത് നല്ല രസമുണ്ടായിരുന്നത്. പെട്ടെന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നിനകത്ത് സ്വൈപ്പ് ചെയ്യുമ്പം 60, 70 അങ്ങനെയൊക്കെ റേറ്റാണ് പൈസ പോകുന്നത്. 1 മിനിറ്റിനകത്തെങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഇത് കയറിയിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ കുഞ്ഞി കിടന്ന് വളയ്ക്കുകയൊക്കെയാണ്. ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്യുവാണ് അവൾ. അപ്പം നമ്മൾ ഇത്രയും നേരം ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പം KFC കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടേ. നമ്മളെപ്പം വന്നാലും KFC ആണ് നമ്മുടെ കുഞ്ഞിക്ക് ഇഷ്ടം. അപ്പം KFC മേടിച്ചു. ബണ്ണും ഉണ്ടായിരുന്നു, കോംബോയാണ്. അപ്പോൾ അങ്ങനെ അത് മേടിച്ച് കഴിക്കുകയാണ്. ഇപ്പം KFC എന്ത് കയ്യിലിരുന്നാലും നമ്മുടെ കുഞ്ഞിക്കുട്ടി ആദ്യം കഴിക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആയിരിക്കും കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും KFC കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. ഇത് നേരെ തിരിച്ചാണ്. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേണ്ട നമ്മുടെ കുഞ്ഞിക്കുട്ടിയുമായിട്ട് ഇവിടോട്ട് വന്നു. ഇവിടെ അതിന് തൊട്ടടുത്ത് KFCയുടെ അടുത്ത് തന്നെയുള്ളതാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ കുറേ നാളായിട്ട് ഇവിടെ കയറണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളോട്. അപ്പം ഇവിടെ അമ്മമാരെ ഒന്നും കയറ്റത്തില്ല. അമ്മമാർക്ക് കയറണമെങ്കിൽ കുഞ്ഞു പിള്ളേരുടെ അമ്മമാർക്കേ കയറാൻ പറ്റത്തുള്ളൂ. അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പം ഇവിടെ നമ്മളപ്പം കയറ്റാമെന്ന് കരുതി. ഇത് കുറേ റൈഡുകളും കുറേ കാര്യങ്ങളും, റൈഡെല്ലാം കുറേ കളിക്കാനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബോളും അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കയറി 1 മണിക്കൂറായിരുന്നു. 1 മണിക്കൂറിനെങ്ങാണ്ട് 300 രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം ഇറങ്ങി വരുന്ന സീനാണിത്. കുറേ നേരം അവിടെ കളിച്ചു. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു ഇത് ആദ്യമേ ഇവിടെ അങ്ങ് കയറ്റി 1 മണിക്കൂർ ഇവിടെ അങ്ങ് ഇരുത്തിയാൽ മതിയായിരുന്നു. അപ്പം അതിനകത്തൊക്കെ ഓടി നടന്ന് കളിച്ചോളും. ഇപ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. തന്നെയൊക്കെ പോയി കളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനാണെങ്കിൽ കണ്ടുപിടിക്കാൻ ഒത്തിരി പാടുപെട്ടു. അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, അതേ നോക്കി കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞു എവിടെ ആൾ നിൽക്കുന്നതെന്നൊക്കെ. അങ്ങനെ മുകളിലോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല രസമായിരുന്നു എന്നൊക്കെ എപ്പോഴും പറയും. വീട്ടിൽ വന്നു കഴിഞ്ഞ് അതേ കയറണം എന്നൊക്കെ പറയും. ഒരു സോക്സൊക്കെ സ്ലിപ്പാകാതിരിക്കാനുള്ള സോക്സൊക്കെ ഇടിയിപ്പിച്ചാണ് അവർ അകത്തോട്ട് വിട്ടത്.
വന്നുടനെ വെള്ളം ചോദിക്കുകയാണ്. അകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, അതൊന്നും കുടിക്കാതെ ഇത്ര നേരം കളിക്കുകയായിരുന്നേ. സോക്സ് ഊരണേ, സോക്സ് ഊര്, സോക്സ് ഇവിടുത്തെ സോക്സ് അത് ഊരിട്ടിടേ. മമ്മി ഇവിടെ ഉണ്ടായിരുന്നു. ശരിക്കിരിക്കേ. ആ കുഞ്ഞ് എന്തോ വേണ്ടേ കഴിക്കാൻ? ഐസ്ക്രീം ഒരെണ്ണം കഴിച്ചില്ലേ, പിന്നെ വേണോ? അപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീം വാങ്ങി, പിന്നെ ഞാൻ ചായ കുടിച്ചു. അങ്ങനെയൊന്നും കഴിച്ചൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പം ചായയും കുടിച്ചു. നമ്മൾ അത് കഴിഞ്ഞ് പിന്നെയും 1-2 റൈഡിൽ കൂടെ കയറാനുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്തും കയറി. പുള്ളിക്കാരിക്ക് ഇപ്പം വരണമെന്നില്ല ഇവിടുന്ന്. അപ്പം കുറേ സമയമായിട്ടുണ്ട്. നമ്മളെന്തായാലും ഇതിലൊക്കെ കയറി ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട്, നമ്മുടെ കാർഡിലെ പൈസ തീർന്നു കേട്ടോ. അപ്പം നമ്മൾ പിന്നെയും റീചാർജ് ചെയ്യുന്നില്ല. അപ്പം ഇപ്പം റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആകെപ്പണിയായിരിക്കും. ഇപ്പോഴേ വരത്തൊന്നുമില്ല. അപ്പം വെറുതെ ഇങ്ങനെ കയറിയിരിക്കട്ടെ എന്നൊക്കെ കരുതി. അങ്ങനെ നമ്മൾ ഇനിയും തിരിച്ച് പോവാണ്. ഇനി ഇവിടെ പാവക്കുട്ടിയുടെ സ്ഥലമൊക്കെ കാണുമ്പോൾ ഒരാൾക്ക് ഇത് വേണമെന്നൊക്കെ തോന്നും. ഞങ്ങൾ ഇവരെയുമായിട്ട് കളിക്കാൻ മാത്രമായിട്ട് വന്നതാണ് കേട്ടോ. ഇവരെ ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ മാത്രം വന്നതാണ്. വേറെ സാധനങ്ങളൊന്നുമേ വാങ്ങിയില്ല. ഇവർക്ക് ഡ്രസ്സ് നോക്കണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. കാരണം പിന്നെയും സമയം ഒത്തിരിയാകും, നിന്നും നടന്നും നമുക്ക് ഒത്തിരി ക്ഷീണമാകും. അതുകൊണ്ട് കളിച്ചിട്ട് വീട്ടിൽ പോകാം, അത്രയേ ഉള്ളൂ. ഒരു ഷോപ്പിംഗ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ല പിന്നെ ഷോപ്പിംഗ് മാത്രമായിട്ട് ചെയ്യണം. അത് രണ്ടും കൂടെ നടക്കത്തില്ല, നമ്മളാകെ ക്ഷീണിച്ച് പോകും. അപ്പോൾ ദേ ഒരാൾക്ക് പാവക്കുട്ടിയൊക്കെ വേണമെന്ന് എന്നോട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ് കൈയിട്ടെടുത്തോളാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ലുലു മാളിലെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ.